അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോണത് എൻ്റെ അസുഖത്തിന്റെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിൽ പറഞ്ഞു. കുറെ മിസ്റ്റേക്സ് ഉണ്ട്, എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആ 2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻ്റെ 2 വീഡിയോ കാണാത്തവർ അത് കാണുകയും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. എൻ്റെ അസുഖത്തിനെ കുറിച്ച് ഞാനൊന്ന് പറയാമേ. ഇത് 2022 ശരിക്കും, ആ വർഷമാണ് ശരിക്കും ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ ഇതിന്റെ പേരെന്താന്ന് വെച്ചാൽ തൈറോയ്ഡ് ക്യാൻസർ ആണ്. പിന്നെ ഈ തൈറോയ്ഡ് ക്യാൻസർ ആയാലും എന്ത് ക്യാൻസർ ആണെങ്കിലും അതിന് പല സ്റ്റേജസ് ഉണ്ട്. ഈ തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അതിൽ തന്നെ 4 ടൈപ്പ് ഉണ്ട്. അതിൽ 4 ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പാപ്പിലറി എന്ന് പറയും. പാപ്പിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും, പെണ്ണുങ്ങളായാലും കുറച്ച് കുഞ്ഞു ആൾക്കാർക്ക് എല്ലാവർക്കും വന്നതാണ് ഈ പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമ എന്ന് പറയണേ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുകൊണ്ട് നമുക്ക് മിക്കതും 80-90% ആൾക്കാർക്ക് വന്ന ക്യാൻസർ ഇതായിരിക്കും. തൈറോയ്ഡ് ഉള്ളവർക്ക് കേട്ടാ, എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഉള്ളവർക്ക് മിക്കവർക്കും വന്നത് ഇതായിരിക്കും. അത് ആദ്യമേ ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞാൽ ഇതങ്ങനെ വരൂല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ക്യൂറബിൾ ആയിട്ടുള്ള ക്യാൻസർ, തൈറോയ്ഡ് ക്യാൻസർ. ഈ ക്യാൻസറിൽ വെച്ച് ഏറ്റവും പയ്യയും അതിൽ സ്ലോ ആയിട്ട് ഗ്രോത്ത് ചെയ്യണ ക്യാൻസർ. പിന്നെ ഇത് വന്നു കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് ഈ പാപ്പിലറി എന്ന് പറയുന്നത് 80-85% പേർക്ക് ഇതാണ് വന്നതെങ്കിലും ഇത് പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ അറിയാനും പറ്റും. ഇത് പെട്ടെന്ന് ചികിത്സിച്ചത് ഭേദമാക്കാനും പറ്റുന്ന ഒന്നാണ്. അടുത്തതായിട്ട് ഫോളിക്കുലർ ആണ്. ഫോളിക്കുലർ എന്ന് പറയുന്നത് ഇപ്പൊ പാപ്പിലറി കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ ഫോളിക്കുലർ ആണ്. അതും പതുക്കെ വളരുള്ളൂ, അതും വലിയ ടെൻഷൻ അടിക്കണ്ടാവും. പിന്നെ ഈ പാപ്പിലറി വെച്ച് നോക്കുമ്പോൾ ഫോളിക്കുലർ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് മൊഡ്യുലറി ക്യാൻസർ ആണ്, തൈറോയ്ഡ് ക്യാൻസർ. ഇതും രണ്ടിനേക്കാളും കുറച്ച് അപകടകാരിയാണ്. എന്നാലും ഇതും ഭേദമാക്കാൻ പറ്റും. ഇതാകുമ്പോൾ കുറച്ച് റേഡിയേഷനും റേഡിയേറ്റീവ് മെഡിസിനൊക്കെ ഒരുമിച്ച് എടുക്കേണ്ടി വരും. പിന്നെന്ന് വെച്ചാൽ ഇത് ഹെറിഡിറ്ററി, പാരമ്പര്യമായിട്ടും ചിലപ്പോൾ വരാം. അപ്പൊ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫാമിലി ജസ്റ്റ് ഒന്ന് ഇയർലി ചെക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. പിന്നെ അടുത്തത് അനാപ്ലാസ്റ്റിക് ആണ്. അനാപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള, തൈറോയിഡിൽ തന്നെയുള്ള ഏറ്റവും 4ാമത്തെ ക്യാൻസർ ആണ്. ഭയങ്കര ഡേഞ്ചർ ആണ്. അതിന് പെട്ടെന്ന് നമുക്ക് ചികിത്സ വേണ്ടി വരും. അത് നമ്മുടെ ലങ്സിലോട്ടും ബോൺസിലോട്ടും ബ്രെയിനിലോട്ടൊക്കെ പടരാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ളതിനെ പോലെ പെട്ടെന്ന് സ്പ്രെഡ്. ഈ ക്യാൻസർ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, അയോഡിന്റെ കുറവ്, അതുപോലെ തന്നെ ഈ നമുക്ക് പാരമ്പര്യമായിട്ട് അങ്ങനെയൊക്കെ വരാം. അപ്പൊ ഒരു ചെറിയ മുഴ കാണുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചികിത്സ മാറ്റാൻ പറ്റും നമുക്കത്. ഈ പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളിലാണ് അത് കൂടുതൽ കാണുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ഇയർലി ഒന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്തിരിക്കണം എപ്പോഴും. പിന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷീണം ഉണ്ടാവും, പിന്നെ കാലുവേദന, കൈവേദന, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, കാലുവേദനയൊക്കെ ഉണ്ടാവും. പിന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ശ്വാസം മുട്ടല് അങ്ങനെയൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കൊണ്ട് കാണിക്കുക. അത് തന്നെയാണെന്നൊന്ന് ഉറപ്പ് വരുത്തുക. എന്താണെങ്കിലും എൻ്റെ അനുഭവം വെച്ചാട്ടോ ഞാനീ പറയുന്നേ. നിങ്ങൾ എന്തായാലും ഡോക്ടേഴ്സ് കണ്ട് അവരുടെ അഭിപ്രായം ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അടുത്ത വീഡിയോയിൽ എൻ്റെ സർജറിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.